എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇൻട്രോ ഒരു വെറൈറ്റി ടൈപ്പ് ഇൻട്രോ ആണ്. ഞങ്ങൾ കുമ്പളങ്ങി വഴി ചെല്ലാനത്തെത്തി. അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഇവിടേക്ക് ഇരുന്നൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഒരു പേടിയിലായിട്ട് ഇരിക്കണത്. കാരണം എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ നേരെ തോടിലേക്കാണ് പോണത്. നാളത്തുനിന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് 40 മിനിറ്റ് ഉണ്ട്. 50 എത്ര കിലോമീറ്റർ, 28-24 എന്തോ കിലോമീറ്റർ ഉണ്ട്. കവരടിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ഇതുപോലത്തെ കെട്ടുകളിലാണ് കവരടിക്കണത്. കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ഇറങ്ങിയപ്പോഴാണ് കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു സ്ഥലവും ഇങ്ങനെ കവരടിക്കണതൊക്കെ വൈറലായത്. ചെല്ലാനത്ത് വോക്ക്വേയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. പുറകിൽ നന്നായിട്ട് തിരയൊക്കെ അടിക്കുന്നുണ്ട്. ആൾക്കാരെ കുളിപ്പിക്കും. അയ്യോ, എൻ്റെ മുടിയൊക്കെ പറന്നൊരുമാതിരി ഇരിക്കണം. നമുക്ക് കാഴ്ചകൾ കാണാം. ഇത് ശരിക്കും അടിക്കുന്നതാണ്. അണ്ടാടാ, നമുക്ക് ഇപ്പൊ നടക്കണോണ്ട് നമുക്ക് അത്രയും ഫീൽ ആവില്ല കേട്ടാ. ഇവിടെ നിന്ന് കാണുമ്പോ ശരിക്കും നമുക്ക് പേടിയാവും. നല്ല ഹൈറ്റിൽ തേവ വരുന്ന പോലത്തെ ഒരു ഫീലാണ്. പക്ഷെ നേരത്തെ വന്നത് അടിപൊളിയായിരുന്നു. ഇങ്ങനെ മഴ റെയിൻ ഡാൻസ് ഇല്ലേ, അങ്ങനത്തെ സംഭവമായിരുന്നു വന്നത്. അത് നമ്മൾ മിസ്സായി പോയി അതെടുക്കാനായിട്ട്. ഇതത്രയില്ല. അടിപൊളി. നല്ലൊരു സാധനം മിസ്സായി പോയി. നല്ലൊരു തരം അടിപൊളി. കണ്ടാ അടിപൊളിയായിട്ട് അടിച്ചു തന്നതായിരുന്നു. ഈ സ്ഥലം തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഇത് ആളുകൾ അറിഞ്ഞു വരണേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും തിരക്കില്ല. ഇപ്പം വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാം. കുറച്ചും കൂടെ കഴിഞ്ഞ് ഇത് വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തിരക്ക് കാരണം വരെയൊക്കെ ആസ്വദിക്കാൻ പോലും പറ്റില്ല. കാരണം അടിപൊളി പ്ലേസാണ്. നമുക്ക് അവിടെ നിന്നിട്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ തിരയും നമ്മളും തമ്മിലുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഈ സ്ഥലം ഗൂഗിൾ മാപ്പിലുണ്ട്. ചെല്ലാനം വോക്ക് വേ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ വരും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ കുളിപ്പിച്ച് കളയും. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ തിര വന്ന് അടിച്ച് നമ്മളെ ശരിക്കും നനച്ച് കളയും. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കി കണ്ടൊക്കെ നടക്കണം. അവർ കുളിച്ച് അവിടെ നിൽക്കുന്നവർ കുളിച്ച് കണ്ട. ഇവിടെയൊക്കെ വെള്ളം വീണിട്ടുണ്ട് നന്നായിട്ട്. നമ്മളൊരു സ്പോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ അധികം നനഞ്ഞില്ല. പക്ഷെ ആ നിൽക്കണവരൊക്കെ നന്നായിട്ട് കുളിച്ചിട്ട് നിൽക്കണവരാ. തിര നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പേടിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്കിതിന് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല രസമുണ്ട് നനയാനായിട്ട്. ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. അങ്ങനെ പയ്യെ ഞങ്ങൾ ഇവിടെ നിന്ന് ചലിക്കാനുള്ള പരിപാടിയായി. കാരണം മഴക്കോളുണ്ടായി. അപ്പം വെറുതെ മഴ നനഞ്ഞ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഇതിൽ കൂടെ നമുക്ക് കയറി അവിടെ എത്താം. ഞങ്ങളങ്ങനെ വേറെ സ്ഥലത്തെത്തി. എറണാകുളത്ത് ECDA എത്തി ഇങ്ങനെ ഇരിക്കണേ. അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബാക്ക് വ്യൂ നൈസാണ്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ കാണാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുണ്ട്. ഞങ്ങളിങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ. എൻ്റെ കിട്ടിയ ക്യാമറയിൽ വരുന്നത് ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പം ശരി, ബൈ ബൈ, സീ യു.